ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികളുടെയും മാനസിക നിലാ പരിശോധന പൂർത്തിയായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചായിരുന്നു മനോനിലാ പരിശോധന. പ്രതികളുടെ മാനസികാരോഗ്യം സംബന്ധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും 25-ന് മുൻപ് ഹാജരാക്കാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ശിക്ഷ വിധിക്കുന്നതിന് മുൻപുള്ള സ്വാഭാവിക നടപടിയാണിത്. കേസ് ഈ മാസം 25-ന് പരിഗണിക്കുന്ന കോടതി പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം കേസിൽ ശിക്ഷാവിധി പറയും. ശിക്ഷാവിധിയിന്മേൽ കനത്ത വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത്. പ്രതികൾക്ക് വധശിക്ഷ നൽകരുതെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുതെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. SDPI നേതാവ് ഷാനെ കൊലപ്പെടുത്തിയതിന്റെ സ്വാഭാവിക പ്രതികരണമാണെന്നും അതിനാൽ ക്രിമിനൽ ഗൂഢാലോചന നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന വാദമായിരുന്നു പ്രോസിക്യൂഷന്റേത്. വധശിക്ഷ നൽകണമെന്നും പ്രതികളെല്ലാവരും നിരോധിത തീവ്രവാദ സംഘടനയുടെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. ഇവർ കുറ്റക്കാരെന്ന് ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു. 2021 ഡിസംബർ 19-നാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. തലേന്ന് SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്. ആദ്യമുണ്ടായ ഷാൻ കൊലക്കേസിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. കേസ് ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം 2-ന് പരിഗണിക്കും. ആലപ്പുഴ.